കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്ന് ആണ് സംസാരിക്കുന്നത്. അതിൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ആകയാൽ ദുർനടപ്പ് മതി തപ്പോട്ടുള്ള ഭാഗങ്ങൾ പിന്നീട് പറയാം. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള 4 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ വായിച്ചു കേട്ടത്. ഹല്ലേലൂയ. ഇവിടെ 4 കാര്യങ്ങൾ ഹല്ലേലൂയ അപ്പോസ്തലൻ കൊലോസ്യ വിശ്വാസികളോട് പറയുന്നു. ഹല്ലേലൂയ. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. നാമും അവനോടുകൂടെ എന്ത് ചെയ്തു? നാമും അവനോടുകൂടെ അല്ല, നാമും അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. മരിച്ചിട്ടാണല്ലോ ഉയർത്തെഴുന്നേൽക്കുന്നത്. നാമും അവനോടുകൂടെ മരിച്ചു, നാം അവനിൽ ആയിരിക്കുന്നു, നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഹല്ലേലൂയ. 1, കർത്താവ് നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചു. ആമേൻ. നാം അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. 2, ആമേൻ. ക്രിസ്തുവും മരിച്ചത് കൊണ്ട് നാമും അവനോടുകൂടെ മരിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. നാം അവനിൽ ആയിരിക്കുന്നു. 4, നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ഈ 4 കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ, നമുക്കും അവനോടുകൂടെ തേജസ്സിൽ കാണുവാൻ ബുദ്ധിമുട്ടായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്നു. നമ്മളവരോട് ചോദിച്ചു, ഹല്ലേലൂയ, നിന്റെ പാപത്തിന് വേണ്ടിയാണ് കർത്താവ് മരിച്ചതെന്ന് നീ വിശ്വസിക്കുന്നുവോ? ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? കർത്താവ് നമ്മുടെ പാപത്തിന് വേണ്ടിയാണ് മരിച്ചതെന്ന് നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? കർത്താവ് മരിച്ചെന്നുള്ള നമ്മൾ വിശ്വസിക്കുന്നവരാ. എത്തിസ്റ്റുകൾ വല്ലതും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. നമ്മളെല്ലാം വിശ്വസിക്കുന്നവരാ. പക്ഷെ അവിടെ കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കരുതെന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. അവനോട് കൂടെ നാമും മരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. മരിക്കാത്ത അവയവങ്ങൾ വല്ലതും ഉണ്ടോ? ഹല്ലേലൂയ. മരിക്കാത്ത അവയവങ്ങൾ വല്ലതും ഉണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. ക്രിസ്തുവിനോട് കൂടെ മരിക്കണം. അതുകൊണ്ടാണ് നമ്മളത് ഇത് സ്നാനപ്പെടുത്തുമ്പോൾ പറയുന്നത്, നീ എന്ത് ചെയ്യാണ്? ആമേൻ, നിന്റെ പാപ സ്വഭാവങ്ങൾ മരിച്ചു. നീ മരിച്ചു എന്ന് പറഞ്ഞാൽ ആമേൻ, നിന്റെ പഴയ മനുഷ്യൻ ആമേൻ മരിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. പഴയ മനുഷ്യനെ നമ്മൾ അവിടെ അടക്കി അല്ലേ? നമ്മുടെ ജീവൻ ക്രിസ്തുവിലാണോ മറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിനെ എന്ത് ചെയ്തിരിക്കുന്നു? ധരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രിസ്തു നമ്മുടെ ജീവനാണോ? ഹല്ലേലൂയ. കർത്താവാണോ നമ്മുടെ ജീവൻ? ചിലർ പറയത്തില്ലയോ, എൻ്റെ ഭാര്യയാണ് എൻ്റെ ജീവൻ. പറയുന്നവരൊക്കെ കാണും, എൻ്റെ നടുവിലും കാണും. എൻ്റെ ഭർത്താവായ എൻ്റെ ജീവൻ, എൻ്റെ പിള്ളേരായ എൻ്റെ ജീവൻ, എൻ്റെ ജോലിയായ എൻ്റെ ജീവൻ. ചിലർക്ക് ജോലിയാ ജീവൻ. ഹല്ലേലൂയ. അപ്പോസ്തലൻ പറയുന്നു, നമ്മുടെ ജീവനായ ക്രിസ്തു. സ്നാനപ്പെട്ടവരാണല്ലോ ബാക്കിയുള്ളവരെല്ലാം ഇതിനു മുമ്പേ. ഹല്ലേലൂയ. മരിച്ചിട്ടുണ്ടോ ക്രിസ്തുവിനോട് കൂടെ? നമുക്കെല്ലാം ക്ലാസ്സൊക്കെ എടുത്താണ് എല്ലാവരും നമ്മളെല്ലാം സ്നാനപ്പെടുത്തിയത്. ഹല്ലേലൂയ. ക്രിസ്തു മരിച്ചു, സത്യം. ക്രിസ്തുവിനോട് കൂടെ മരിക്കാതിരിക്കുന്ന എന്തെങ്കിലും അവയവങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം, അതിന് അപ്പോസ്തലൻ ഗലാത്യയിലൊക്കെ പറയുന്നുണ്ട്, ജഡത്തിൻ്റെ സ്വഭാവം, ഫലങ്ങൾ. കണ്ണ് മരിച്ചിട്ടുണ്ടോ? കർത്താവ് പറഞ്ഞെന്തുവാ? ഇതാണ് നിന്നെ കിടർച്ച വരുത്തുന്നതെങ്കിൽ എന്നെ കൊന്നുകളക.
ചൂന്നെടുത്ത് എറിഞ്ഞു കളക. ഹല്ലേലൂയ. 2 കണ്ണുമുള്ളവനായി അഗ്നി നരകത്തിലേക്ക് പോകുന്നതിനേക്കാൾ 1 കണ്ണുള്ളവനായി ജീവനിൽ കിടക്കുന്നത് നല്ലത്. കൈയാണോ മരിക്കാതിരിക്കുന്നത്? വെട്ടിക്കളക. ഹല്ലേലൂയ. അതിന് വേറൊരു അർത്ഥമുണ്ട്. വലങ്കൈയായി നിൽക്കുന്ന ചിലരായിരിക്കും നമ്മെ എന്ത് ചെയ്യുന്നത്? ദൈവരാജ്യത്തിലേക്ക് പ്രവേശനത്തിന് തടസ്സമായി നിൽക്കുന്നതെങ്കിൽ വെട്ടിക്കളയണം ഈ ദിവസങ്ങളിൽ അതിനെയൊക്കെ. ഹല്ലേലൂയ. നീ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ക്രിസ്തുവിലാകണം. ഹല്ലേലൂയ. നിനക്ക് വേറൊരു എൻറ്റിറ്റി ഇനി ഇല്ല. അവൻ സ്നാനപ്പെട്ട. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളോട് പറയുന്നു, ഹല്ലേലൂയ, നിങ്ങൾ ക്രിസ്തുവിനെ, ഹല്ലേലൂയ, അവൻ ഒന്നായി ചേർന്നിരിക്കുക. മരണം പുനരുത്ഥാനത്തോട് ഏകീഭവിച്ചിട്ട് ഒരു ന്യൂനെസ് ഇൻ ലൈഫ്. ഹല്ലേലൂയ. ജീവന്റെ പുതുക്കം എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് കൂടെ നടക്കുന്നതാ. ഇന്നലെ വരെ നടന്ന നടത്തമല്ല ഇന്ന് മുതൽ നടക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണമെന്ന് പറയുന്നത് എന്തുവാ? നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണമെന്ന് പറഞ്ഞാൽ എന്തുവാ? ഞാൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. എന്നിൽ വെളിപ്പെടുന്ന സ്വഭാവങ്ങൾ അത് ക്രിസ്തുവിൻ്റെതാകുന്നതിനാണ് നമ്മളെന്ത് ചെയ്യുന്നത് പറഞ്ഞത്? ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. കർത്താവിനെ പോലെ ക്ഷമിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കർത്താവിനെ പോലെ പൊറുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കർത്താവ് ആദ്യ സ്നേഹം എന്ത് ചെയ്യും? നമ്മുടെ സഭയുടെ ദൂത് പറയുമ്പോൾ പറഞ്ഞ ആദ്യത്തേതാ. എവിടെ പോയി നിന്റെ ആദ്യ സ്നേഹം? നമ്മൾ വിചാരിച്ച ആദ്യ സ്നേഹം കുറഞ്ഞ കുഴപ്പമൊന്നുമില്ല. എഫെസസിലെ സഭയുടെ പറഞ്ഞ എന്തുവാ? നീ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ ഞാൻ വരുന്നതിൻ്റെ നിലവിളക്ക് എന്ത് ചെയ്യുന്നവരെ സ്ഥാനത്തു നിന്ന് എടുത്തു മാറ്റും. ഹല്ലേലൂയ. സ്തോത്രം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ മറയുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ക്രിസ്തുവിൽ മറയുവാൻ കഴിഞ്ഞുവോ? ഹല്ലേലൂയ. ക്രിസ്തുവിൽ മറഞ്ഞാലുള്ള ഗുണമെന്താണെന്നറിയാമോ? ഹല്ലേലൂയ. സ്തോത്രം. 1-ാമത്തെ വാക്യം, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കും. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ അന്വേഷണം മാറുന്നു, ചിന്താഗതി മാറുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ചിന്തകൾക്ക് വ്യത്യാസമുണ്ടാകുന്നു. ഹല്ലേലൂയ. ഭൂമിയിൽ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞല്ലോ, ഒരു റെസ്ലിംഗ് എപ്പോഴും നടക്കുന്നുണ്ടല്ലേ. ഹല്ലേലൂയ. ലോകത്തിൻ്റെ ചിന്തകളും ആമൻ പുറമെയുള്ളവൻ പറയും ഇന്ന ചിന്തകൾ മതി. ഹല്ലേലൂയ. ആമൻ ആത്മാവ് പറയും അതല്ല. ഹല്ലേലൂയ. ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ഡെസ്റ്റിനേഷനെ കുറിച്ച് നമുക്കൊരു ഇതുണ്ടാകണം, ഒരു ബോധ്യമുണ്ടാകണം അല്ലേ. നമ്മെ എവിടേക്കാണ്ട് പോകുന്നവരെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. ഞാൻ അയർലൻഡിൽ താമസിക്കുന്നെങ്കിലും എൻ്റെ മനസ്സ് മുഴുവൻ ഓസ്ട്രേലിയ അല്ല, ഞങ്ങളുടെ പുന്തലയാണ്. നമ്മുടെ ഡെസ്റ്റിനേഷനെ കുറിച്ച് നമുക്ക് എന്തുണ്ടാകണം? ഒരു ബോധ്യമുണ്ടാകണം. എങ്കിലേ നമ്മൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യത്തുള്ളൂ? ചിന്തിക്കത്തുള്ളൂ. ഹല്ലേലൂയ. പെസഹയും ചോരത്തളിയും ഒക്കെ ആചരിച്ചിറങ്ങി തിരിച്ചത് ആര്? ഇസ്രായേൽ ജനം. നമ്മൾ പറയുന്നു അവരെല്ലാവരും എന്ത് ചെയ്തു? മേഘത്തിന് കീഴായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നവരാണ്. സ്നാനത്തിൻ്റെ മുൻകുറിയാണത്. ഹല്ലേലൂയ. ഒരേ അപ്പം തിന്നു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു. ഹല്ലേലൂയ. എങ്കിലും എന്ത് ചെയ്തില്ല? അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. എന്താ പ്രസാദിക്കാഞ്ഞത്? ഇറങ്ങി തിരിച്ചതിന് 3-ാമത്തെ ദിവസം മുതൽ അവരുടെ ആഗ്രഹം മുഴുവൻ എന്തുവാ? വാഗ്ദത്ത കനാനിലേക്ക് പോകാനാണ് വിളിച്ചത്. 3-ാം ദിവസം മുതൽ പറഞ്ഞു ഞങ്ങൾക്ക് മിസ്രൈമായിരുന്നു നല്ലത്. വെളുത്തുള്ളി ഉണ്ടായിരുന്നു, ചുവന്നുള്ളി ഉണ്ടായിരുന്നു, കുമ്പളങ്ങ ഉണ്ടായിരുന്നു, കീര ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ എന്തോ ഉണ്ട്? ജീവിതത്തിന് ഓരോ പ്രയാസം വരുമ്പോഴും നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഓരോ പ്രയാസം വരുമ്പോഴും അവരുടെ ഹൃദയത്തിൽ തങ്ങിയുന്ന അവരുടെ ഡെസ്റ്റിനേഷൻ ഏതാണെന്നറിയാമോ? മിസ്രൈമ.
ഓരോ പ്രാവശ്യം വരുമ്പോഴും ചെങ്കടലിൽ കാണപ്പോഴും, മാറായി വന്നപ്പോഴും, അടുത്ത ബുദ്ധിമുട്ടുണ്ടായപ്പോഴും, എന്താ പറയുക, അവിടെ സ്പൈ വർക്ക് ചെയ്യാൻ പോയപ്പോഴും എല്ലാം പറയുന്നത് എന്തുവാ? മിസ്രൈമിലോട്ട് പോയാൽ മതിയായിരുന്നു. കാര്യം അത്രമാത്രം മിസ്രൈം അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ഹല്ലേലൂയ അവരുടെ ഹൃദയം, അവരുടെ ഡെസ്റ്റിനേഷൻ. ഹല്ലേലൂയ എവിടേക്ക് പോകാനാ വാത്സല്യ സഹോദര സഹോദരി നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത്? ഹല്ലേലൂയ വിളിയുടെ ആശ വാഗ്ദത്ത കനാന. ഹല്ലേലൂയ വിളിയുടെ ആശ ആമേൻ നിന്നെ അക്കരെ എത്തിക്കുക എന്നുള്ളതാണ്. അതാണ് നിന്റെ ഡെസ്റ്റിനേഷൻ. അതുകൊണ്ട് ഹല്ലേലൂയ ഉയരത്തിലുള്ളത് നീ ചിന്തിക്കണം. ഉയരത്തിൽ എന്തോ ഉണ്ട്? എന്തുണ്ട് ഉയരത്തില്? നമ്മുടെ അപ്പച്ചൻ അവിടെ ഉണ്ടല്ലേ. എൻ്റെ അപ്പൻ അവിടെ ഉണ്ടെന്ന്. ഹല്ലേലൂയ നമ്മുടെ പൗരത്വം അവിടെ ആണെന്ന്. അല്ലയോ? പൗരത്വം അവിടെ അല്ലയോ? ഹല്ലേലൂയ എൻ്റെ പൗരത്വം ഇപ്പോഴും ഇന്ത്യ കിടക്കുന്നത് കൊണ്ടാണ് എനിക്ക് അങ്ങോട്ടേക്കൊരു പുള്ളു കിടക്കുന്നത് എപ്പോഴും. ഹല്ലേലൂയ സ്തോത്രം. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമേലും അവിടെ നിന്ന് പോയില്ലെങ്കിൽ നമുക്കൊരു വല്ലാതെ കരക്കി പിടിച്ചിട്ട് മീനെ പോലെ നമ്മുടെ മനസ്സ് സ്വസ്ഥമാകും. ഹല്ലേലൂയ കാരണം ഹല്ലേലൂയ എൻ്റെ ഡെസ്റ്റിനേഷൻ, എൻ്റെ ചിന്താമണ്ഡലങ്ങളിൽ നിറഞ്ഞു കിടക്കുന്ന ഡെസ്റ്റിനേഷൻ അതാണ്. ഹല്ലേലൂയ ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. വാത്സല്യ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളുടെ ആമേൻ ചിന്താമണ്ഡലം ഹല്ലേലൂയ സ്വർഗീയമാണ്. അതുകൊണ്ട് ഈ ഭൂമിയിലെ ബാക്കിയൊന്നും ചിന്തിക്കേണ്ട എന്നുള്ളതല്ല. ആമേൻ്റെ ഡെസ്റ്റിനേഷനെ കുറിച്ചുള്ള വലിയ ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം. അവിടെ ആരുണ്ട്? നമ്മുടെ കർത്താവുണ്ട്. ഹല്ലേലൂയ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നു 3:18 വാക്യം വന്ന് വായിച്ചേരെ, എന്നിട്ട് താഴെ വേഗത്തിൽ പോകാം. ഫിലിപ്പിയർ 3:18. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? കരഞ്ഞുകൊണ്ട് പറയുന്നെന്ന്. ഇതൊക്കെ ചിരിച്ചോണ്ട് പറയാൻ പറ്റുന്ന കാര്യമാണോ? ലോകമനുഷ്യനെ പറ്റി അല്ലത് പറഞ്ഞത്. അവന് ക്രൂശുമായിട്ട് എന്താ ബന്ധം? അവന് വേണ്ടി അല്ലല്ലോ കർത്താവ് ക്രൂശിൽ മരിച്ചത്. ക്രൂശിൽ മരിച്ച് ഹല്ലേലൂയ വിടുതല പ്രാപിച്ചവനെ കുറിച്ച് ഓർത്ത് പറയുകയാണ്, അവൻ അനേകർ ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഇപ്പം ഞാൻ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഹല്ലേലൂയ സ്നാനപ്പെട്ടിട്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന വാത്സല്യ സഹോദര സഹോദരി, ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ നോക്കി വിവേചിച്ചിട്ട് ഹല്ലേലൂയ നീ ഇന്നും മരിച്ചവനല്ല എന്ന് ഹല്ലേലൂയ ആത്മാവ് ദർശിപ്പാനിടയായി തീരരുത്. ഹല്ലേലൂയ അനേകർ ക്രൂശിന്റെ ശത്രുക്കളായി ആമേൻ മുന്നോട്ട് പോകുമ്പോൾ വായിച്ച മോളെ ഞാൻ കണ്ടോ, അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറാക്കട്ടോ. ഹല്ലേലൂയ നിൽക്കുമോളെ നമ്മുടെ ദൈവം സ്വർഗത്തിലുണ്ട്. നമ്മുടെ കർത്താവ് പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? മധ്യസ്ഥത ചെയ്യുക. അറിയാതെയോ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു നല്ല അഡ്വക്കേറ്റിനെ പോലെ നമുക്ക് വേണ്ടി പ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ എന്നാൽ നീ ക്രൂശിൻ്റെ ശത്രുവായി മാറ്റപ്പെടുമ്പോൾ നിന്റെ ദൈവം എന്താണെന്നറിയാമോ? അവരുടെ ദൈവം വയറ്. ഹല്ലേലൂയ ആകെ ഈ 3 ചാണ് വയറിന് വേണ്ടി മാത്രമാണ് നീ ജീവിക്കുന്നതെങ്കിൽ, നിന്റെ നോട്ടം ഭൂമിയിലേക്ക് മാത്രമായി തീരുന്നുവെങ്കിൽ ഹല്ലേലൂയ നിന്നെക്കുറിച്ചൊരു പ്രത്യാശയ്ക്കും വകയില്ല. ഹല്ലേലൂയ സ്തോത്രം. ആത്മീയ വിഷയങ്ങളിൽ താല്പര്യം കുറയുമ്പോൾ, ഉയരത്തിലേക്കുള്ള ചിന്ത കുറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഭൗതികതയിൽ മാത്രം നീ ഊന്നി നിൽക്കുമ്പോൾ അപ്പോസ്തലൻ പറയുന്നു ഹല്ലേലൂയ സ്തോത്രം അനേകർ ക്രൂശിൻ്റെ ശത്രുക്കളായി തീർന്നുവെന്ന് ഞാനിപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ ദൈവം വയറ്. ലജ്ജയായതിൽ കണ്ടോ, ലജ്ജയായതിൽ മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. വായിച്ചോ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന്
ഓ മോളെ വായിച്ചോ. അവിടെ നിന്ന് കർത്താവായ ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നമ്മുടെ ചിന്താമണ്ഡലം ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ അവനോടുകൂടെ കാണണമെങ്കിൽ നമ്മുടെ ചിന്തകൾ ഹല്ലേലൂയ സ്വർഗീയമായി മാറ്റപ്പെടണം. ഹല്ലേലൂയ. നമ്മുടെ ചിന്താമണ്ഡലം സ്വർഗത്തിലേക്കായിരിക്കണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, കർത്താവ് നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. നാമും അവനോട് കൂടെ മരിച്ചു. ഹല്ലേലൂയ. നാം അവനിൽ മറഞ്ഞിട്ട് അവനിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. ഈ 4 കാര്യങ്ങളിൽ നമ്മിൽ സംഭവിച്ചില്ല എങ്കിൽ നമുക്ക് നമ്മുടെ കർത്താവ് ജീവനാണെന്ന് പറയുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ചെറിയ സാറ് പാടിയത് ഹല്ലേലൂയ. എന്നുമെന്നും ഞാൻ ഇനി അവനിലും അവനിനി എന്നിലും. ഹല്ലേലൂയ സ്തോത്രം. നാം ഇനി അവനിലും അവനിനി എന്നിലും വന്ന് ഹല്ലേലൂയ ധൈര്യമായി പറയുവാനോ പാടുവാനോ നമുക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. നാമും അവനോടുകൂടെ ഹല്ലേലൂയ തേജസ്സിൽ എടുക്കപ്പെടണമെങ്കിൽ കാണപ്പെടണമെങ്കിൽ ഹല്ലേലൂയ മരിക്കപ്പെടാതെ കിടക്കുന്ന ഏതെങ്കിലും അവയവം ഇന്ന് നമ്മളിൽ ശേഷിക്കുന്നെങ്കിൽ ഹല്ലേലൂയ അതിനെ കൊല്ലുവാൻ ഇടയായി തീരട്ടെ. 5-ാം വാക്യം. അല്ല ഇതിൻ്റെ കൊലോസ്യ ലേഖനം 3:5. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ വീണം മരിപ്പിപ്പിൻ. കിൽ ഓർ മോർട്ടിഫൈ. സ്തോത്രം. ഈ മുമ്പ് ഞാൻ പറഞ്ഞില്ല, ഈ അവയവങ്ങളെല്ലാം മരിച്ചോ നമ്മുടെ? ഇതൊക്കെ മുമ്പേ ഉള്ള മനുഷ്യൻ്റെ കാര്യമായി പറയുന്നത്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ഉള്ള മനുഷ്യൻ്റെ കാര്യമായി പറഞ്ഞ് എന്തൊക്കെയാ? സെക്ഷൽ സിൻസാ പറയുന്നത് കൂടുതലും അല്ലേ? ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. അത്യാഗ്രഹത്തിൻ്റെ പേരെന്തോടെ പറഞ്ഞിരിക്കുന്നത്? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാൻ നമുക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെയൊക്കെ മരിച്ചിട്ടുണ്ടോ? അതോ മാറ്റി വെച്ചിട്ടാണോ ഈ വരുന്നത്? ഞായറാഴ്ച രാവിലെ ആയതുകൊണ്ട് അല്ലേ വീട്ടിലോട്ട് ഇരിക്കട്ടെ. ഹല്ലേലൂയ. ഈ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ നമുക്ക് കോപമില്ലല്ലോ, ഉണ്ടോ? അമ്മയുടെ നല്ല കയറ്റി അതുകൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്യും? മാറ്റി വെച്ച് വീട് അവിടെ വെച്ചിട്ടാണ് പോകുന്നത്. ഹല്ലേലൂയ. എന്നാൽ കമ്മിറ്റി കൂടുമ്പോഴോ ഇരിടാ അവിടെ നീ. ഹല്ലേലൂയ. അപ്പോൾ പേടിക്കേണ്ടവനെ പേടിക്കും ഇല്ലയോ? തപ്പോട്ട് പോയാൽ എന്നോട് ചേർത്ത് പറയാം. ഈ വക നിമിത്തം ദൈവകോപം കേട്ടോ, ഈ വക നിമിത്തം ദൈവകോപം അനുസരണക്കേട്ടവരുടെ മേൽ വരുത്തി. ഈ അനുസരണക്കേടിൻ്റെ ആത്മാവെല്ലാം നമ്മളിൽ വ്യാപരിക്കുന്നുണ്ടോ? ശാന്തമായിട്ട് ചിന്തിച്ചാൽ മതി. ഉണർവ് പ്രാസംഗമൊന്നുമല്ല. പിള്ളേർ രക്ഷപ്പെടുന്ന പെട്ടോട്ടെന്ന് അവർക്കൂടെ വേണ്ടിയാ. കൂട്ടത്തിൽ നിങ്ങളും രക്ഷപ്പെടുന്ന പെട്ടോ. ഹല്ലേലൂയ. അനുസരണക്കേണ്ട ആത്മാവെല്ലാം നമ്മളിലുണ്ടോ? ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം എന്ന് പറയുന്നത് ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതലായി ആഗ്രഹിക്കുന്നതിനാണ് ഈ അതിരാഗം. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചാണ് അവൻ്റെ ചിന്ത. അതുകൊണ്ടാണ് പറയുന്നത് ഉയരത്തിലുള്ളതാ നമ്മുടെ അതിരാഗം, നമ്മുടെ ചിന്ത. അതായി മാറ്റപ്പെടണം. അതും അങ്ങനെ മാറണമെങ്കിൽ ഭൂമിയിലുള്ളത് എന്തിനും കുറേ എണ്ണത്തിനെ കൊല്ലണം. ഹല്ലേലൂയ. മനുഷ്യനെ അല്ലേ, നമ്മിൽ അധിവസിക്കുന്ന ചില സ്വഭാവങ്ങളെ അവൻ കൊല്ലണം. ഹല്ലേലൂയ. സ്തോത്രം. ഇത് മുമ്പേ ഉള്ള മനുഷ്യൻ്റെ കാര്യമായി പറയുന്ന അപ്പോസ്തലൻ. താപ്പോട്ട് വായിച്ചിട്ടേ. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവിൻ. അന്യോന്യം ഫോഷ്കു പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവർത്തികളോടുകൂടെ ഇന്ന് പകൽക്കാലം നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിഞ്ഞു കളഞ്ഞെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ സെൻസ് ഒക്കെ പിന്നെയും കയറി വരുന്നതാ. കോപം ഇല്ലേ, ക്രോധം ഇല്ലേ, ഈർഷ്യ, ദൂഷണം. ഞാൻ ചോദിക്കട്ടെ,
ഇവിടെ ഒരാൾ വ്യഭിചാരം ചെയ്യുന്ന ചുമ്മാ അങ്ങ് ചിന്തിക്കുക, ചെയ്തു, നമ്മൾ അറിഞ്ഞു, പിടിക്കപ്പെട്ടു, നമ്മളെന്ത് ചെയ്യും? അവരെ എന്ത് ചെയ്യും? സമയത്ത് മുടക്കും. ഞാനാണെങ്കിൽ മുടക്കും. അതിനൊന്നും യാതൊരു, നിങ്ങളെല്ലാവരും കൂടെ പോയാലും മുടക്കും. ഇനി സഭ 5 ആയാലും നമ്മൾ മുടക്കും. അതിനൊന്നും വരുമ്പോഴില്ല. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ ഈ ദൂഷണം പറയുന്നവനെ ആരെങ്കിലും മുടക്കുമോ? ഇന്നലെ ഫോൺ വിളിച്ചിട്ട് എത്ര നേരമാണ് നമ്മൾ വെച്ച് കീറുന്നത്. ആത്മീയ വർധന വരുത്താനൊന്നും അല്ലല്ലേ പറയുന്നു ഒന്നും. ഹല്ലേലൂയ. അവളങ്ങോട്ട് പോയി, അവൻ ഇങ്ങോട്ട് പോയി, അവൻ്റെ സ്വഭാവം അതെല്ലാം ശരിയല്ല. പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. ഹല്ലേലൂയ. ദൂഷണം പറയുന്നവനെ ആരെങ്കിലും സഭയിൽ നിന്ന് മുടക്കുമോ? മുടക്കുന്നുണ്ടോ? ഇത് പഴയ മനുഷ്യൻ്റെ പ്രവൃത്തിയല്ലയോ? സഹോദരനെ നിസാര എന്ന് പറഞ്ഞാൽ എവിടെ പോകുന്നാ പറഞ്ഞേ? സ്വർഗത്തിലെ ഇങ്ങോട്ട് മാറി വേറൊരു മുറിയൊന്നുമല്ല ഈ അഗ്നി നരകം. നമ്മുടെയൊക്കെ ഇരിപ്പൊക്കെ ഉണ്ടാകും അങ്ങനെ. കർത്താവ് ഏറ്റവും കർശനമായിട്ട് ഹല്ലേലൂയ റെബ്യൂക്ക് ചെയ്തൊരു കാര്യമുണ്ട്. ഈ എളിയവനിൽ ഒരുവന് ഇടർച്ച വരുത്തിയാൽ. ഹല്ലേലൂയ. ഈ വചനങ്ങളൊക്കെ നമ്മുടെ ദേവദാസന്മാരൊക്കെ ഒന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്തിരുന്നെങ്കിൽ, ഏറ്റവും പരീക്ഷന്മാരോട് പറഞ്ഞതിനേക്കാൾ ആമൻ ഏറ്റവും ശക്തമായ ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തനാണ്. വലിയവൻ്റെ കാര്യമൊന്നും വലിയവന് ചോദിക്കാൻ പറയാൻ ആളുകളുണ്ട്. എൻ്റെ ദൃഷ്ടിയിൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ആത്മീകമായിട്ടോ വിദ്യാഭ്യാസപരമായോ എളിയവനായ ഒരുവൻ ഉണ്ടെന്നിരിക്കട്ടെ, അവനെ നീ എന്ത് ചെയ്യണം? ഏറ്റവും കരുതിക്കോണം. അവൻ ഇടർച്ച വരുത്തിയാൽ നിനക്ക്, നീ എത്ര ഉപസിച്ചാലും ദൈവരാജ്യത്തിൽ പോകത്തില്ലെന്ന് ഞാൻ ചിന്തിക്കുന്നത്. അവനോട് ക്ഷമ യോജിച്ചില്ലെങ്കിൽ നമുക്ക് ഇടർച്ച വരുത്താൻ പറ്റുന്ന അവനോടെ ഒക്കെ ഉള്ളൂ. കാര്യം വേറെ അവനുണ്ടെന്ന് അവരും ഇങ്ങോട്ട് തരും നമുക്കല്ലയോ. എനിക്ക് പിൻബലമുണ്ട്, എന്നോട് നിങ്ങൾ കളിക്കാൻ വരത്തില്ല. നിങ്ങൾക്ക് പിൻബലമുണ്ട്, ഞാനും വരത്തില്ല. പക്ഷേ സമൂഹത്തിൽ നമ്മുടെ സഭയിൽ ഏറ്റവും എളിയവനാവരുതിനുണ്ടിരിക്കട്ടെ, അറിയാതൊരു തെറ്റ് ചെയ്ത് അവനെ മടക്കോട്ട് നമ്മൾ കയറും. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരനോട് നിസ്സാര എന്ന് പറയുന്നവൻ മൂഢ എന്ന് വിളിച്ചാലോ? നമ്മുടെ വാക്കുകളൊക്കെ എത്ര സൂക്ഷിക്കണം അല്ലേ? അല്ലേ, എന്നെക്കാൾ ശ്രേഷ്ഠനെണ്ണം നമ്മളെല്ലാവരെയും. ഹല്ലേലൂയ. ചിലപ്പം നമ്മുടെ ദൃഷ്ടിയിൽ അവന് കഴിവില്ലെന്ന് തോന്നും, സൗന്ദര്യമില്ലെന്ന് തോന്നും, ബുദ്ധിയില്ലെന്നൊക്കെ തോന്നും. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന് മുമ്പിൽ അവനായിരിക്കും മാന്യൻ. ഹല്ലേലൂയ. അവൻ്റെ അവയവങ്ങളെയൊക്കെ അവൻ മരിപ്പിച്ചതായിരിക്കും. ഹല്ലേലൂയ. കോപം, ക്രോധം, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം, ഈർഷ്യ, പകയുണ്ടോ? മൂക്കം പാമ്പിൻ്റെ പകയാ ചിലതിന്. 12 വർഷം മുമ്പേ പറഞ്ഞത് വരെ ഓർത്ത് വെച്ച് എന്ത് ചെയ്യും? നമ്മുടെ കാര്യമായി പറഞ്ഞ ഞാൻ ഒരു സഭകളെയും ഞാൻ സാധാരണ എൻ്റെ പ്രസംഗത്തിൽ കുറ്റം പറയാറില്ല. ഹല്ലേലൂയ. കാര്യം എനിക്ക് ന്യൂകാസിൽ വെസിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കലോട്ട് ആ ദൈവം അയച്ചത്. ഹല്ലേലൂയ. നമ്മൾ ശരിയാക്കാന്നുള്ള ദൈവത്തിന് നമ്മളെ അല്ലേ? വെളിച്ചം ലഭിച്ച നീ എങ്ങനെയാ പോകുന്നത്? അത് പറ. സ്തോത്രം. ഹല്ലേലൂയ. പ്രകാശം ലഭിച്ച നമ്മളെങ്ങനെയാ പോകുന്നത്? അല്ലേ? ദൂഷണം, ദുർഭാഷണം, അസൂയുണ്ടോ? ഒരു സഹോദരൻ തന്നെ ജോലി കിട്ടിയാൽ, വീട് വെച്ചാൽ, കാർ മേടിച്ചാൽ അസൂയുണ്ടോ? അവസാനം പറഞ്ഞു അതിനെ മരിപ്പിക്കണം, കൊല്ലണം. ഹല്ലേലൂയ. മാറ്റിവെക്കുകയല്ല. ഹല്ലേലൂയ. സ്തോത്രം. മയക്കിട്ടിട്ട് പോരും അല്ല ചെയ്യേണ്ടത്. അനസ്തേഷ്യ കൊടുത്താൽ ലോക്കലാണെങ്കിൽ എത്ര മണിയാണ്? നേഴ്സുമാർ പറഞ്ഞു ലോക്കലാണെങ്കിൽ എത്ര മണിക്കൂർ നിൽക്കും? 2 മണിക്കൂർ. 3 മണിക്കൂർ കൂട്ടെ. അപ്പോൾ 10 മണി തൊട്ട് 1 മണി വരെ അത് മതിയല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. വലിയ മേജർ സർജറിക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 5-8 മണിക്കൂറൊക്കെ നിൽക്കും അല്ലേ? ഹല്ലേലൂയ. മയക്കിയിട്ടിട്ടൊന്നും പോരരുതേ, കൊന്നു കളഞ്ഞേക്കണം. ഹല്ലേലൂയ. ദൂഷണം, ദുർഭാഷണം, അസൂയ, പക, പിണക്കം, ക്രോധം, കോപം, ജാരശങ്ക. ഹല്ലേലൂയ. ഈ വക അവയവങ്ങളെ എന്ത് ചെയ്യണം? കൊല്ലണം. സ്തോത്രം. എങ്കിൽ മാത്രമേ എന്തുള്ളൂ? ഉയരത്തിലുള്ളത് ചിന്തിപ്പാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. അപ്പോസ്തലൻ പറഞ്ഞ അങ്ങനെ നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിക്കണം.
കോപവും ക്രോധവും ഈർഷ്യയും പകയും പിണക്കവും ശാഠ്യവും ദ്വന്ദ്വപക്ഷവും ഭിന്നത. എന്താ ഈ സഭകളൊക്കെ ഇങ്ങനെയൊക്കെ പിരിയുന്നത്? പിരിയാൻ നോക്കിയിരിക്കുകയാണ്. അവിടെ നാൾ വരും ഉടനെ. എന്താ അറിയോ? ഓർഡിനേഷൻ, സഭ, വേറെ കാര്യങ്ങൾ നടക്കട്ടെ. നമ്മുടെ പിള്ളേർക്ക് ഇച്ചിരി ജോലിയൊക്കെ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നടക്കട്ടെ. ഹല്ലേലൂയ. എടാ, ഇതൊന്ന് പറഞ്ഞ് നേരെയാക്കി നീ ക്രമീകരണം പ്രാപിക്കണം, ദൈവരാജ്യത്തിൽ പോകണമെന്നാ. ഇതൊക്കെ പറഞ്ഞ് നേരെയാക്കി ദൈവരാജ്യത്തിൽ പോകണമെന്ന് പറയേണ്ടതില്ലയോ? ശവം വീഴുന്നോ നോക്കിയിരിക്കുക, ശവപ്പെട്ടിക്കാരൻ കച്ചവടം നടത്താമെന്ന് പറഞ്ഞ പോലെ. എങ്ങോട്ടാ സഭകളുടെ പോക്ക്? ഹല്ലേലൂയ. ഭിന്നത വെച്ചോണ്ട് നീ ഏത് രാജ്യത്തിൽ പോകാനിരിക്കുക? പാപത്തെ പാപമാണെന്ന് പറയണം സഹോദര, നീ മാനസാന്തരപ്പെടണമെന്ന് പറയണം. ഹല്ലേലൂയ. സഭകളുടെ എണ്ണം കൂട്ടിയിട്ട് ഇവിടെ കിടന്ന് ഇട്ടാവട്ടത്തിൽ കിടന്ന് കറങ്ങാമെന്നല്ലാതെ കർത്താവിൻ്റെ രാജ്യത്തിൽ പോകണമെങ്കിൽ നീ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കണം. ഹല്ലേലൂയ. ക്രിസ്തു നിന്റെ വ്യാപരിക്കണം. നിന്റെ സ്വഭാവം ക്രിസ്തുവിൻ്റെ സ്വഭാവമാകണം. ഹല്ലേലൂയ. നിന്റെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കണം. ഹല്ലേലൂയ. നീ ക്രിസ്തുവിലായിരിക്കണം. ഹല്ലേലൂയ. നിന്റെ അവയവങ്ങളെ എന്ത് ചെയ്യണം? അവൻ മരിപ്പിക്കണം. ഈ അക്സെപ്റ്റഡ് സിൻസ് ഒരുപാട് നമ്മുടെ സഭകളിലുണ്ട് കേട്ടോ. ഹല്ലേലൂയ. മുമ്പ് ഞാൻ പറഞ്ഞു, കോപിച്ചെന്ന് വിചാരിച്ചു തന്നെ സഭയിൽ കൊടുക്കാനൊക്കത്തില്ല. അത് അവൻ്റെ ഒരു ബലഹീനതയല്ലയോ? നമ്മളെന്താ പറയുന്നത്? അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുക. ഇതൊക്കെ സഭകളിൽ ഇപ്പം നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന സിൻസാ. സഞ്ജുവിൻ്റെ ഒരു ബലഹീനതയില്ല, അവനൊന്ന് കോപിച്ചോ. ആള് മുൻകോപിയാണ്. ഈ മുൻകോപം എന്താ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ കാണാത്തെന്ന് ഞാൻ ചോദിക്കുന്നത്. പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരിക്കും, അതാ ഈ മുൻകോപം. എടാ, കർത്താവിൽ നീ ആയിത്തീർന്നാൽ ഇതൊക്കെ മരിച്ചു കളയണ്ടായോ? ഇല്ലേ? നീ എന്തിനാ സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരുന്നത്? ഹല്ലേലൂയ. നിന്റെ അവയവങ്ങളെ മരിപ്പിച്ചിട്ട് ഹല്ലേലൂയ കുഴിച്ചിടണം. കുറച്ച് കഴിയുമ്പോൾ മുമ്പേ പറഞ്ഞ പോലെ കോപം താണ്ട് ടെസ്കോയിൽ നിന്ന് ചായ കുടിക്കുന്നത് പറഞ്ഞാൽ പറ്റുമോ? ആകയാൽ ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ, ക്രിസ്തു എവിടെയിരിക്കുന്നു? ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തകൾ ഉന്നതമായിരിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഡെസ്റ്റിനേഷനെ കുറിച്ചുള്ളൊരു ബോധ്യം, എങ്ങോട്ടേക്കാണ് നാം പോകുന്നതെന്ന് നാം അറിയണം. ഹല്ലേലൂയ. സ്തോത്രം. എവിടേക്കാണ് നമ്മുടെ യാത്രയെന്ന് നാം അറിയാം. എന്നാൽ രണ്ടുപേരെ നിങ്ങൾ നോക്കിക്കേ, ജോഷുവയും കാലേബും. ഇവരെല്ലാം തിരികെ പോകണമെന്ന് പറയുമ്പോഴും ഹല്ലേലൂയ, ഇല്ല, ഞങ്ങൾക്കൊരു വാഗ്ദത്ത ദേശം ദൈവം വെച്ചിട്ടുണ്ട്, പാലും തേനും ഒഴുകുന്ന ഒരു കനാൻ. ഹല്ലേലൂയ. അതിന് മുമ്പ് ചെങ്കടലുണ്ട്, മാറായുണ്ട്, അഗ്നി സർപ്പങ്ങളും തേളുകളുമുണ്ട്, മരുഭൂമിയുടെ അവസ്ഥകളുണ്ട്, ഏറ്റവും അവസാനം യോർദാനുണ്ട്, അങ്ങേ കരയിൽ കയറിയാൽ എരിഹോവുണ്ട്. ഹല്ലേലൂയ. എങ്കിലും ഞങ്ങൾ ഹല്ലേലൂയ ഞങ്ങളുടെ കർത്താവിൽ വിശ്വസിക്കും. കാര്യമെന്താ? സ്തോത്രം. ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് വാഗ്ദത്ത കനാനിലേക്ക് പോകുവാനാണ്. കഷ്ടത ഞാൻ പറയട്ടെ, എന്നാൾ ഇവിടെ പറഞ്ഞു തോന്നും, ഈ ഫറവോൻ ഇവരെ ഇട്ട് കഷ്ടപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഇവന്മാരാരും വാഗ്ദത്ത ദേശത്തേക്ക് പോകാൻ ഇറങ്ങത്തില്ലായിരുന്നു. ഇറങ്ങത്തില്ല. തീരെ തയ്ക്കാൻ വയ്യാഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് കഷ്ടത കണ്ട് കർത്താവിൻ്റെ രാജ്യത്ത് വരുന്നവർക്ക് നല്ലതാണ്. പക്ഷെങ്കിൽ വാഗ്ദത്ത ദേശത്തെക്കുറിച്ചുള്ളൊരു ബോധ്യം എപ്പോഴും അതായിരിക്കണം നമ്മുടെ ചിന്താമണ്ഡലത്തെ ഭരിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും പറഞ്ഞല്ലോ, അവനെ കടഭാരത്തിലിരുന്നപ്പം വിടുതൽ കിട്ടിയ അതൊക്കെ നല്ല കാര്യമാണ്. ഹല്ലേലൂയ. രോഗത്തിന് നടുവിൽ വരുന്നത് നല്ല കാര്യമാണ്. പക്ഷേ രോഗത്തിന് നടുവിൽ വരുമ്പോഴും കാൽവറി ക്രൂശിൽ എനിക്കായി മരിച്ച ആമേൻ കർത്താവാണ് എന്നെ പിടിപ്പിച്ചതെന്നും, ഹല്ലേലൂയ, എൻ്റെ ജീവൻ അവനിൽ മറഞ്ഞിരിക്കുന്നെന്നും, ഞാൻ അവനോട് കൂടെ മരിക്കുമെന്നും, ഞാൻ അവനിൽ ഇരിക്കുമെന്നും, ഹല്ലേലൂയ, എൻ്റെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ഞാനും ഹല്ലേലൂയ അവനോട് കൂടെ കാണുമെന്നുള്ള ആ പ്രത്യാശയാണ് നമ്മെ ഭരിക്കുന്നത്. ഉയരത്തിലുള്ളത് ചിന്തിക്കണമെങ്കിൽ ഭൂമിയിലുള്ളതിനെ ആമേൻ മരിപ്പിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഉയരത്തിലുള്ളത് ചിന്തിക്കണമെങ്കിൽ താഴെയുള്ളതിനെ കുറേ നമ്മൾ എന്ത് ചെയ്യണം? കൊന്നുകളയണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് നമ്മുടെ അവയവങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീർക്കാം. നമ്മൾ അംഗീകരിക്കപ്പെടുന്നതായ കുറേ പാപങ്ങളൊക്കെ ദിവസങ്ങൾ നമുക്ക് വിട്ടുകളയാം. വിശുദ്ധിക്കായിട്ടാണ് നമ്മളെ വിളിച്ചതെങ്കിൽ സിനിമ കാണുന്നത് ഇപ്പോഴെന്താണ്? അക്സെപ്റ്റഡ് സിൻ ഇല്ലയോ? കുഴപ്പമില്ല.
സീരിയൽ കാണുന്നത് ഇപ്പം എന്തുവാ അക്സെപ്റ്റഡാ. പാസ്റ്റർമാർ വരുന്ന കാണുമല്ലോ, പിന്നെ വിശ്വാസിക്ക് എന്താ കുഴപ്പം? ദൈവരാജ്യത്ത് ചെന്നിട്ട് കർത്താവ് ഇരിക്കുന്നിടത്ത് ചെന്നിട്ട് വൈകുന്നേരം കർത്താവ് ആ സീരിയലൊന്ന് വെച്ച് തരണമെന്ന് പറയാൻ പറ്റുമോ? കഴിഞ്ഞ എപ്പിസോഡ് വരെ കണ്ടായിരുന്നു. ഈ എപ്പിസോഡിൽ അവൾ എങ്ങോട്ട് പോയെന്ന് ഞങ്ങൾക്ക് അറിയാനുള്ള ഞങ്ങളുടെ അതിയായ ആകാംക്ഷ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കാണുന്നവരാരും അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കരുത്. ഇന്ന് കൊന്നേക്കണം അതിനെ. കർത്താവ് വരാൻ താമസിച്ച് ഒരു പക്ഷേ 2023 അവസാനമൊക്കെ വരാതിരുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഈ ആലോചനയുടെ കേട്ടിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പോകാൻ ദൈവത്തിന് നമ്മളെക്കുറിച്ച് സന്തോഷമുള്ളതുകൊണ്ട്. ഹല്ലേലൂയ. കർത്താവിന് നമ്മളെ ഒരുപാട് ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ഇറങ്ങിത്തിരിക്കുകയൊക്കെ ചെയ്തില്ലേ? നമ്മളല്ലെങ്കിലും നമ്മുടെ അമ്മമാരും അപ്പന്മാരും ഒക്കെ. ഹല്ലേലൂയ. ആ ഒരു സ്നേഹം ദൈവത്തിന് നമ്മോടുകൂടെ ഉണ്ട് കേട്ടോ. ആ കരുണയൊക്കെ കാണിക്കുന്ന ആ കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്തെങ്കിലും ഹല്ലേലൂയ ഈ വക വല്ലതും ഉണ്ടെങ്കിൽ അതിനെ കൂടെ ഒന്നേക്കണം. അവിടെ ചെന്ന് ഉച്ച കഴിഞ്ഞ കർത്താവെ മാറ്റിനി ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് പറയാൻ പറ്റുമോ? അല്ലെ പുതിയൊരു പടം നാട്ടിൽ റിലീസായിട്ടുണ്ട്, അതിൻ്റെ കോപ്പി വല്ലതും ഇവിടെ കിട്ടുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ളവർക്ക് പോകാൻ പറ്റിയ ഇടമല്ല അത് കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയേണ്ട വിഷയമാണ്. ലജ്ജയാ ഇതിൽ മാനം തോന്നുന്ന. എടാ, ഇത് കാണാൻ ആ ഭൂമിയിലുള്ള ബാക്കിയുള്ള 800 കോടി ജനങ്ങളെ ദൈവമാക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നിന്നെ എന്ത് ചെയ്താ? ഇത് കാണാൻ വെച്ചിരിക്കുന്നതല്ല. നമ്മുടെ വിളിയാലുള്ള ആശ ഇതല്ലെന്ന്. നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ഹല്ലേലൂയ ഉയരത്തിലുള്ളത് ചിന്തിപ്പാനാ. ക്രിസ്തു ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിപ്പാനാ. ആമേൻ. നമ്മുടെ കർത്താവ് നമുക്കായി ഭവനമൊരുക്കുവാൻ പോയിരിക്കുന്നുവെന്ന് നമ്മൾ ചില ദിവസങ്ങൾക്ക് മുമ്പേ കേട്ടല്ലോ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകണ്ട എന്ന് പറഞ്ഞിട്ട് പോയൊരുവനാ നമ്മുടെ കർത്താവ് അവിടെ ഇരിക്കുന്നത്. ആ കർത്താവിനെ ധ്യാനിപ്പാനാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ലജ്ജയായതിലൊന്നും നമുക്ക് മാനം തോന്നരുത് കേട്ടോ. ഹല്ലേലൂയ. നാമോ വിശുദ്ധിക്കായി വിളിക്കപ്പെട്ടവർ, നാമോ സ്വർഗീയ സൈന്യത്തിൻ്റെ അംഗങ്ങൾ. ഹല്ലേലൂയ. നാമോ സിയോൻ രാജാവിൻ്റെ പടയാളികൾ. ഹല്ലേലൂയ. എന്നെയും നിന്നെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അതാണ്. അല്ലേ? ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. 4 കാര്യങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. ഒന്ന്, ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച എല്ലാവരും വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ രണ്ടാമത്തേതാണ്, നാം അവനോട് കൂടെ മരിച്ചുവോ? ഹല്ലേലൂയ. ചേസ് പാസ്റ്റർ ഒരിക്കൽ പറഞ്ഞു, മരിച്ചോ ഇല്ലയോ എന്ന് അറിഞ്ഞപ്പോൾ എങ്ങനെ അറിഞ്ഞ്? കർത്താവ് മരിച്ചോ ഇല്ലയോ എന്ന് അറിഞ്ഞ എങ്ങനെ? കുന്തമെടുത്ത് കുത്തിയപ്പോഴാ ഇല്ലയോ? കുന്തമെടുത്ത് കുത്തിയപ്പോഴാ എനക്കൊന്നുമില്ല, മരിച്ചു. വല്ല കുന്തമൊക്കെ മക്കളെ നിങ്ങൾക്കൊക്കെ ഇനിയും പുറകെ വരും. പുറകാലെ. ഹല്ലേലൂയ. ഒരുപാട് കുന്തം വരും ഇനിയും. ഹല്ലേലൂയ. അപ്പോഴാണ് നമ്മൾ മരിച്ചോ ഇല്ലയോ എന്ന് അറിയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ക്രിസ്തു മരിച്ചു, അത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. ഹല്ലേലൂയ. ക്രിസ്തുവിനോട് കൂടെ മരിക്കേണ്ട ഉത്തരവാദിത്വം അത് നമ്മുടേത്. ഹല്ലേലൂയ. നമ്മളങ്ങനെ മരിച്ചു കഴിയുമ്പോൾ ക്രിസ്തു എന്ന അതേ പ്രതിമയായി രൂപാന്തരപ്പെടുവാൻ നാം ക്രിസ്തുവിൽ അങ്ങ് മാറുകയാണ്. എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്ന നമ്മൾ ക്രിസ്തുവിൻ്റെ പത്രമായി തീരട്ടെന്നൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. ഹല്ലേലൂയ. നമ്മായിരിക്കുന്ന നമ്മുടെ ജോലി മേഖലകളിൽ, നമ്മായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ കടന്നു പോകുമ്പോൾ അവർ ദൈവഹിതരാണെന്ന് പറയുവാൻ കഴിയുമെന്നുണ്ടോ? അവന് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടെന്ന് പറയുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവൻ ക്രിസ്തുവിൻ്റെ ഒരു പ്രതിമയാണെന്ന് പറയുവാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ഇല്ല എങ്കിൽ നമ്മൾ മരിക്കുവാനുള്ള ചിലതുകൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഈ വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒരു പുതിയ വർഷം നമുക്ക് തരുന്നുവെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ചിന്താമണ്ഡലം ഉയരത്തിലേക്ക് മാറ്റാം. കാര്യം ഇനി അതിന് നമുക്കധികം സമയമൊന്നുമില്ല. യഹൂദനെല്ലാം വെസ്റ്റ് ബാങ്ക് വരെ പിടിച്ച് അവനെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇലോൺ മസ്ക് ആണോ ഏത് മസ്ക് ആണോ നമുക്കറിയത്തില്ല, ഒരുവൻ വരും ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ. അന്ന് ഹല്ലേലൂയ ദൈവത്തിൻ്റെ സ്വഭാവവും ഇവിടുന്ന് എടുക്കപ്പെടും. ഹല്ലേലൂയ. നീ പലതിനെ ചൊല്ലി ഭൂമിയിലെ പല ചിന്തകളായിരിക്കരുത് കേട്ടോ. ഭൂമിയിലുള്ളതല്ല ചിന്തിക്കേണ്ടത്, ഉയരത്തിലുള്ള ചിന്തിപ്പാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. വിശേഷാൽ ഹാലി നമ്മുടെ കുഞ്ഞുങ്ങളുടെ 3 പേരെയും ദൈവവാദനായി ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.